കാരിരുമ്പു തോൽക്കും കനിവേ, കാനായിലെ പ്രിയ മധ്യസ്ഥേ, കന്യാവൃതയായ മാതേ, കാവലാം കാരുണ്യ വിളക്കേ, ക്രിസ്ത്യാനിക്കഭയം നീ. പ്രിയമുള്ളവരെ, പരിശുദ്ധമ്മയുടെ സ്വർഗ്ഗാരോപണ തിരുനാൾ ഒരുക്കഭാഗമായി ഇന്നത്തെ ദൈവവചന വിചിന്തന ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 26 തിരുവചനത്തിൽ തന്റെ അരുമ ശിഷ്യനായ യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈശോ പറയുന്നു തന്റെ അമ്മയോട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. നമുക്കറിയാം, പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ മനുഷ്യ രക്ഷാകരണ പദ്ധതിക്ക് സഹകാരിയാകുവാൻ സമ്മതമൂടിയവളാണ്. ദൈവത്തിന് മനുഷ്യനായി പിറക്കാൻ തന്റെ ഉദരമാകുന്ന ഭവനം വിട്ടുകൊടുത്തവളാണ്. പരിശുദ്ധാത്മാവിനാൽ നിറയാൻ തന്റെ ഹൃദയവും ശരീരവും സജ്ജമാക്കിയവളാണ്. ദൈവകൃപ നിറഞ്ഞവളെ എന്ന് ദൈവദൂതൻ പ്രകീർത്തിക്കുമ്പോഴും മാനവകുല രക്ഷകനായ ദൈവപുത്രനെ ഒരുക്കാൻ എത്രമാത്രം പ്രതിസന്ധികളാണ് ആ അമ്മയ്ക്ക് തരണം ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ടായിരിക്കാം ആദ്യത്തെ രക്ഷാനുഭവം അന്ന് കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് അവളുടെ അഭ്യർത്ഥന പ്രകാരം നടക്കാൻ ദൈവം അനുവദിച്ചത്. മാനുഷിക തലത്തിൽ നോക്കിയാൽ തന്റെ കുഞ്ഞിന്റെ പിതൃത്വം ധൈര്യമായി ഒന്ന് ജന്മം നൽകാൻ ഒരു സ്ഥലം പോലും കിട്ടാത്ത അവസ്ഥ, എല്ലാറ്റിനും ശേഷം കുഞ്ഞിനെ ദേവാലയത്തിൽ ദൈവത്തിന് സമർപ്പിക്കാൻ എത്തുമ്പോൾ ശമയാൻ പ്രവാചകന്റെ ശബ്ദം, ഇവൻ മൂലം ഒരു വാൾ നിന്റെ ഹൃദയത്തെ കീറിമുറിക്കും. അതങ്ങ് കുരിശിന്റെ ചൂട്ടിലോളം എത്തുന്നു. അവിടെ വെച്ചാണ് ഈശോ അമ്മയോട് പറയുന്നത്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. ഈശോ തന്റെ പ്രതിരൂപം മാതാവിന്റെ ഹൃദയത്തിൽ കണ്ടിരുന്നു. അതായിരിക്കാം ധൈര്യപൂർവ്വം നമ്മെ മാതാവിന്റെ പക്കൽ ഭരമേൽപ്പിച്ചത്. ആ അമ്മ സ്വർഗത്തിലേക്ക് കരയറ്റപ്പെടേണ്ടവൾ തന്നെയായിരുന്നു. മാതാവിന്റെ സ്വർഗ്ഗാരോപണത്തെ പറ്റി വിശുദ്ധ ഡൊമേഷ്യൻ പറയുന്നു, ദൈവവചനത്തെ അനുസരിച്ചവളും പരിശുദ്ധാരൂപിയാൽ പൂരിതയായവളും മരണം ഇല്ലാത്തവന് ജന്മം നൽകിയവളുമായ മറിയത്തിന്റെ ശരീരം അഴിയാൻ ദൈവം അനുവദിക്കില്ല. നശിപ്പിക്കാൻ കഴിയാത്ത ദേവാലയവും അണയ്ക്കാൻ കഴിയാത്ത ദീപവും പരിശുദ്ധിയുടെ പേടകവും വചനത്തിന്റെ വാസസ്ഥലവുമാണ് മറിയം. നാം ഓരോരുത്തരെയും, നമ്മുടെ കുടുംബത്തെയും, നമുക്കുള്ളവരെയും, എല്ലാറ്റിലും ഉപരി നമ്മളുടെ പ്രിയപ്പെട്ട മക്കളെയും, ഇന്നത്തെ യുവതലമുറയെയും നമുക്ക് ആ അമ്മയുടെ കയ്യിൽ ഭരമേൽപ്പിക്കാം. ഈ തിരുനാൾ അവസരത്തിൽ അമ്മയുടെ അനുഗ്രഹത്തിനായി നമുക്ക് തലകുനിക്കാം, പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. The greatest man in history, Jesus, had no servants, yet they called him master, had no degree, yet they called him teacher, had no medicines, yet they called him healer. He had no army, yet kings feared him. He had no military battles, yet he conquered the hearts of the world. He did not live in a castle, yet they called him Lord. He ruled no nations, yet they called him King. He committed no crime, yet they crucified him. He was buried in a tomb, yet he lives today. His kingdom is not of this world, yet it lies within the hearts of those who believe. He spoke of love and forgiveness, and his words have transformed billions. He offers no material wealth, yet we consider him the treasure of our lives. He promises no earthly power, yet in his name the powerless have found strength. Though he left no written words, his message has filled countless pages. In his weakness, we find our strength. In his suffering, our salvation. Jesus, the greatest man in history, continues to invite us into a story of redemption, love, and eternal life. But we have more than a message or a story. We have a person. We have the perfect author. His name is Jesus Christ.